നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമല്ലേ നിങ്ങളുടെ ഉമ്മക്കും ഉപ്പയ്ക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ എന്തെങ്കിലും ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കണമെന്ന്? ചെറുത് മതി, ഇത്രയും കാലം അവർ നമുക്ക് വാങ്ങി തന്നു, ഇനി ഒരു ചെറിയ ഡ്രസ്സെങ്കിലും അവർക്ക് നമ്മൾ സ്വന്തമായിട്ട് ഏൺ ചെയ്ത പൈസ കൊണ്ട് വാങ്ങിക്കൊടുക്കണം എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആഗ്രഹം തോന്നിയിട്ടില്ലേ? അത് മിസ് അങ്ങ് സാധിപ്പിച്ചു തന്നാലോ? മിസ് ഈ ഒരു 7ാം ക്ലാസ്സിന്റെ കൂടെ മിസ് ഒരു 4500 രൂപ നിങ്ങൾക്ക് തരാൻ പോവാണ്. നിങ്ങൾ സ്വീകരിക്കോ? എങ്ങനെയാണെന്നല്ലേ? കാര്യം സിമ്പിളാണ്. അതാണ് നമ്മളുടെ USS എക്സാം. USS എക്സാം നിങ്ങൾ ക്ലാസ് തുടങ്ങിയ മുതൽ കേട്ട് തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? ടീച്ചേഴ്സ് ഒക്കെ പറയുന്നുണ്ടാവും USS എക്സാം വരുന്നുണ്ട് കേട്ടോ, ഉഷാറായിട്ട് പഠിക്കണം, അടിപൊളിയായിട്ട് പഠിക്കണം എന്നിങ്ങനെ പറയുന്നുണ്ടാവും. ആ ഒരു USS സ്കോളർഷിപ്പ് എക്സാമിലൂടെയാണ് മക്കളെ നിങ്ങൾക്ക് 4500 രൂപ കിട്ടാൻ പോകുന്നത്. എല്ലാവരും പഠിക്കാൻ റെഡി അല്ലേ? അപ്പോൾ ഇപ്പൊ തന്നെ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. മിസ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് ആർക്കൊക്കെ USS എഴുതാൻ പറ്റും ആൻഡ് എന്തൊക്കെയാണ് USS എക്സാം എഴുതാൻ വേണ്ടി നിങ്ങൾ പഠിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് മിസ് പറഞ്ഞുതരാൻ പോകുന്നത്. അതായത് നമുക്ക് USS എക്സാം എഴുതാൻ വേണ്ട ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത്, നിങ്ങൾ എന്തായാലും ഒരു എയ്ഡഡ് സ്കൂളിൽ, കേരളത്തിലെ ഗവൺമെന്റ് ഓർ എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാവണം. ക്ലാസ് 7th ഗവൺമെന്റ് ഓർ എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാവണം നിങ്ങൾ. സിമ്പിൾ, നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് അല്ലെ? ഇനി അടുത്തത് മസ്റ്റ് ഹാവ് സ്കോർഡ് 60% ഓർ എബോവ് ഇൻ ദ പ്രീവിയസ് ആനുവൽ എക്സാം. അതായത് പ്രീവിയസ് ആനുവൽ എക്സാമിൽ, അതായത് നമ്മളുടെ കഴിഞ്ഞ 6ാം ക്ലാസ്സിലെ ആനുവൽ എക്സാമിലായിരുന്നോ, ഫൈനൽ എക്സാമിലായിരുന്നോ, അതിൽ 60% മുകളിൽ വേണം. 60% മുകളിൽ വേണം എന്ത്? കഴിഞ്ഞ ആനുവൽ എക്സാമിന്. അതുപോലെ നിങ്ങളുടെ ഓൺ എക്സാമിന്റെ മാർക്കും ജസ്റ്റ് അവർ നോക്കൂട്ടോ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഓൺ എക്സാമിന് ഈ ഒരു 7ാം ക്ലാസ് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇപ്പം തന്നെ അടിപൊളിയായിട്ട് പഠിച്ച് പോവാട്ടോ. അല്ലാതെ നിങ്ങൾക്ക് USS എക്സാം എഴുതാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് മൂന്നാമത്തത് റെക്കമെൻഡേഷൻ ബൈ ദ സ്കൂൾ ഹെഡേഴ്സ് നീഡഡ്. നമ്മളുടെ സ്കൂൾ ഹെഡ് റെക്കമെൻഡ് ചെയ്യണം നമ്മളെ, അല്ലാതെ നമുക്ക് നേരിട്ട് പോയി എഴുതാൻ പറ്റില്ല. നമ്മളുടെ സ്കൂൾ ഹെഡ് റെക്കമെൻഡ് ചെയ്ത കുട്ടികൾക്ക് മാത്രമേ അത് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ സ്കൂൾ ഹെഡ് റെക്കമെൻഡ് ചെയ്യുന്നത് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾ നോക്കിയിട്ടും നിങ്ങൾ കാണാൻ രസമുണ്ടോ നോക്കിയിട്ടൊന്നും അല്ല. അവരെങ്ങനെയാ റെക്കമെൻഡ് ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങളുടെ ആനുവൽ കഴിഞ്ഞ 6th ലാസ്റ്റ് എക്സാമിന്റെ മാർക്ക് അവർ നോക്കും. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല അടിപൊളി മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടാവും അല്ലേ? അതുപോലെ ഈ ഒരു ഓൺ എക്സാമിലും അവരൊന്ന് നോക്കും, ഓൺ എക്സാമിലെ മാർക്ക് എങ്ങനെയുണ്ട് എന്ന് അവരൊന്ന് പരിശോധിച്ച് നോക്കും. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ കറക്റ്റ് ലൈവ് സെഷനൊക്കെ കണ്ടിട്ട് കറക്റ്റ് പഠിച്ചു പോവാ കേട്ടോ. എന്നാലും മാത്രമേ നമുക്ക് USS എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ എഴുതാനൊക്കെ പറ്റി, ഞങ്ങൾ എലിജിബിൾ ആണ് മിസ്സേ, ഞങ്ങൾക്ക് ഓക്കെ ആണ്, എഴുതാൻ പറ്റും എന്നുള്ളവരാണെങ്കിൽ എന്തൊക്കെയാണ് അതിലുണ്ടാവുക എന്നുള്ളതായിരിക്കും അടുത്ത ക്വസ്റ്റ്യനും. ദെൻ USS എക്സാമിൽ ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവും ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ, ആദ്യം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തരും. ആ ക്വസ്റ്റ്യന്റെ താഴെ ABCD എന്ന് പറയുന്ന 4 ഓപ്ഷനും ഉണ്ടാവും. എന്നിട്ട് നമ്മളോട് ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയത് എന്നാണ് നമ്മൾ ബബിൾ ചെയ്യേണ്ടത്. അതായത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഇതിൽ ഏതാണ് കറക്റ്റ് ആയത് എന്ന് നമ്മൾ പറയണം. അതാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ നിങ്ങൾ സാധാരണ നിങ്ങളുടെ എക്സാമിനൊക്കെ എഴുതും പോലെ തന്നെ നിങ്ങൾ എഴുതേണ്ടി വരും. നിങ്ങൾ കുറച്ച് എഴുതേണ്ടി വരും. മറ്റത് ജസ്റ്റ് ടിക്ക് ഇട്ടാൽ മതിയാവും. ഇതെന്ത് ചെയ്യേണ്ടി വരും, കുറച്ച് എഴുതേണ്ടി വരും. എന്താണ് എങ്ങനെയാണെന്ന് കറക്റ്റ് എഴുതേണ്ടി വരും. ഇനി എന്തൊക്കെയാണ് ഇതിൽ ചോദിക്കാന്ന് വെച്ചാൽ, നമുക്ക് പേപ്പർ 1ഉം പേപ്പർ 2 ഉണ്ടാവും. ഒരു ഫുൾ ഡേ ആയിരിക്കും എക്സാം. രാവിലെ പേപ്പർ 1 ആയിരിക്കും, ഉച്ചയ്ക്ക് ശേഷം പേപ്പർ 2 ആയിരിക്കും വരിക. പേപ്പർ 1ൽ ഉണ്ടാവുകയെന്ന് വെച്ചാൽ ഫസ്റ്റ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ് ആൻഡ് മാത്സ് ആണ് നിങ്ങളുടെ പേപ്പർ 1ൽ ഉണ്ടാവുക. നിങ്ങൾ ഏതാണോ ഫസ്റ്റ് ലാംഗ്വേജ് എടുത്തത്, മലയാളം എടുത്തവരുണ്ടാവും, നമ്മളുടെ ഉറുദു, അറബി അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ നിങ്ങൾക്ക്. അതുപോലെ അപ്പോൾ മലയാളം ഏതാണോ നിങ്ങളുടെ ഫസ്റ്റ് ലാംഗ്വേജ്, അതും സെക്കൻഡ് ലാംഗ്വേജും മാത്സും ആണ് നിങ്ങളുടെ പേപ്പർ 1ൽ ഉണ്ടാവുക. ഇനി അടുത്തത് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും പേപ്പർ 2 ഉണ്ടാവുക. ആ പേപ്പർ 2ൽ നിങ്ങൾ നോക്കേണ്ടത് ഇംഗ്ലീഷ്, ബേസിക് സയൻസ്, സോഷ്യൽ സയൻസ്, ഈ 3 സബ്ജക്ട്സ് ആണ് നിങ്ങൾ നോക്കേണ്ടത്. ഇംഗ്ലീഷ്, ബേസിക് സയൻസ്, സോഷ്യൽ സയൻസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിൽ വരിക, നമ്മുടെ പേപ്പർ 1 ആൻഡ് പേപ്പർ 2ൽ വരിക. അപ്പൊ മക്കൾ ചെയ്യേണ്ട കാര്യം, ഇതെങ്ങനെയാ മിസ്സേ പഠിക്കാന്നായിരിക്കും അല്ലെ അടുത്ത ചോദ്യം. എങ്ങനെയാ മിസ്സേ ഇത് പഠിക്കുക, ഞാൻ വെറുതെ 7ാം ക്ലാസ് അടിപൊളിയായിട്ട് പഠിച്ചാൽ മതിയോ എന്നായിരിക്കും നിങ്ങളുടെ ചോദ്യം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ 6ാം ക്ലാസ്സും നിങ്ങളുടെ 7ാം ക്ലാസ്സും നമ്മൾക്ക് തറോ ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ 6ാം ക്ലാസ്സിലെ ബുക്കും ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും ഒക്കെ വെറുതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്നും കൊടുത്തു കളയണ്ട. നിങ്ങളുടെ അനിയത്തിമാർക്കൊക്കെ കൊടുക്കുകയാണെങ്കിലും ജസ്റ്റ് എനിക്ക് വേണം കേട്ടോ എന്ന് പറഞ്ഞേ കേട്ടോ. അപ്പൊ 6ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും ടെക്സ്റ്റ് ബുക്ക് അടിപൊളിയായിട്ട് അരിച്ചു പെറുക്കി പഠിച്ചു വെക്കുക. അതുപോലെ ബേസിക്സ് മുതലേ മക്കൾ പഠിക്കുക. നമുക്ക് ആദ്യം മുതലേ, അതായത് നിങ്ങൾ വെറുതെ കാണാപ്പാടം പഠിച്ചിട്ടൊന്നും കാര്യമില്ല, നിങ്ങൾ ബേസിക് മുതലേ പഠിച്ചു വെക്കണം. അടിപൊളിയായിട്ട് തറ ഓക്കെ ആയാലേ, മിസ് എപ്പോഴും പറയുന്നതാ, നമുക്ക് തറ ഓക്കെ ആയാലേ ബാക്കി മുന്നോട്ട് പോകാനാവുള്ളൂ. അപ്പൊ ബേസിക് മുതലേ പഠിച്ചു വെക്കുക. ഓക്കെ. അതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻ
പേപ്പേഴ്സ് സോൾവ് ചെയ്യുക. കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യുക. നമ്മളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൊക്കെ എന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഇടാറുണ്ട്. അപ്പോൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക. കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം പോയിട്ട് കമൻറ്റ് ബോക്സിൻ്റെ മുകളിലായിട്ട് നമ്മളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് അവിടെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിലൊന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ വേറൊരു കാര്യം നിങ്ങൾ സൂക്ഷിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇന്ന് മുതൽ എന്ത് ചെയ്യുക, ന്യൂസ് പേപ്പേഴ്സ് എന്നും വായിക്കുക. നിങ്ങളുടെ ന്യൂസ് പേപ്പേഴ്സ് വീട്ടിൽ വരുന്ന പത്രമല്ലേ, പത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് എന്നും ഒന്ന് വായിച്ചു വെക്കുക. ഓക്കെ, ജസ്റ്റ് ഒരു GK കുറിച്ചുള്ള ചെറിയൊരു വിവരമെങ്കിലും ഒന്ന് ഉണ്ടാക്കി വെക്കുക. അത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് എൻ്റെ മക്കൾ നോക്കി വെക്കേണ്ടത്. എന്നാൽ ഒരു പ്രശ്നവുമില്ലടാ, അടിപൊളിയായിട്ട് ഉഷാറായിട്ട് നമുക്ക് 7ാം ക്ലാസ്സിൻ്റെ കൂടെ USSഉം വാങ്ങാവുന്നതാണ്. USS എക്സാമിൽ ക്വാളിഫൈഡ് ആയാൽ ഇവർ ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ USS എക്സാം നടത്തുന്നത്. അങ്ങനെ ക്വാളിഫൈ ആയ കുട്ടികൾക്ക് 1500 വീതം 3 കൊല്ലമാണ് ഇവർക്ക് കിട്ടാൻ പോകുന്നത്. 3 വർഷം 1500 രൂപ വീതമാണ് കിട്ടാൻ പോകുന്നത്. ആകെ 4500 രൂപയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ USSനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇനിയിപ്പോൾ USS ബേസിക്സ് മുതലേ മിസ്സേ പഠിക്കണം, ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് വേണം, ഞങ്ങൾക്ക് ആദ്യം മുതലേ പഠിക്കണം, ഉഷാറായിട്ട് പഠിക്കണം എന്നുള്ളവരാണെങ്കിൽ ഇപ്പൊ തന്നെ നമ്മളുടെ സൂപ്പർ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യുക. സൂപ്പർ ബാച്ചിൽ USSന്റെ കോച്ചിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓടി വന്ന് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മളുടെ കമന്റ് ബോക്സിന്റെ മുകളിൽ ഉണ്ടാവും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, താഴെ കൂടെ പോകുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് ഉഷാറാക്കാം, അടിപൊളിയാക്കാം. ഇപ്പോൾ ഓഫറൊക്കെ നടക്കുന്നുണ്ട്. നമ്മളുടെ 3999 ബാച്ച് 2999 നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ വെറുതെ ഡോണ്ട് മിസ് ഇറ്റ് ആൻഡ് അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പഠിക്കാം. നമുക്ക് USS കളറാക്കാം. ഓക്കെ, then bye bye.